Real Madrid is a miracle club. They pray for miracles, and miracles arrive. 2022 റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി യുവേഫ ചാമ്പ്യൻസ് ലീഗ് സെമി-ഫൈനലിന്റെ രണ്ടാം പാദ മത്സരത്തിലാണ് ഫുട്ബോൾ ലോകത്തെ കാതുകളിൽ ഈ വാക്കുകൾ തുളച്ചുകയറിയത്. വിഖ്യാത ഫുട്ബോൾ കമന്റേറ്റർ പീറ്റർ ഡ്യൂറിയുടേതായിരുന്നു ആ വാക്കുകൾ. വലതു വിങ്ങിൽ നിന്ന് ഫുൾബാക്ക് ഡാനി കർവഹാൽ നീട്ടി നൽകിയ പന്തിൽ പകരക്കാരനായി കളത്തിലിറങ്ങിയ റോഡ്രിഗോ തലവെച്ചപ്പോൾ ഗോൾ കീപ്പർ എഡർസണ് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അഗ്രിഗേറ്റ് സ്കോർ 5-3 നിൽക്കെയാണ് ആ അത്ഭുതം സംഭവിച്ചത്. 79-ാം മിനിറ്റിൽ മൈതാനത്തേക്ക് വന്ന റോഡ്രിഗോ 90-ാം മിനിറ്റിലും 91-ാം മിനിറ്റിലും തുടർച്ചയായി സ്കോർ ചെയ്യുന്നു. അഗ്രിഗേറ്റ് സ്കോർ 5-5. 95-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കരീം ബെൻസമ ഗോളാക്കിയതോടെ ലോസ് ബ്ലാങ്കോസ് ഫൈനലിലേക്ക്. ഓർക്കാൻ കാരണമുണ്ട്. ചാമ്പ്യൻസ് ലീഗിലെ മറ്റൊരു നോക്കൌട്ട് മത്സരത്തിനായി സാന്റിയാഗോ ബെർണാബ്യൂവിലേക്ക് റയൽ ബൂട്ടുകെട്ടി ഇറങ്ങുമ്പോൾ താരങ്ങളും ആരാധകരും ഒരു ഉജ്ജ്വല വിജയം സ്വപ്നം കാണാൻ സാധ്യത കുറവാണ്. ടീമിലെ പ്രധാന താരങ്ങളായ കിലിയൻ എംബാപ്പെ, ജൂഡ് ബെല്ലിംഗ്ഹാം, എഡർ മിലിറ്റാവോ, അൽവാരോ കരേരാസ് തുടങ്ങി ഒരു പിടി താരങ്ങൾ പരിക്കേറ്റ് പുറത്തായിരുന്നു. ഒപ്പം 2022 യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ താരമായ റോഡ്രിഗോയും പരിക്കിന്റെ പിടിയിൽ തന്നെ. മറുഭാഗത്ത് സജ്ജമായി വന്ന മാഞ്ചസ്റ്റർ സിറ്റിക്ക് പക്ഷേ റയലിന്റെ പോരാട്ടത്തിനു മുമ്പിൽ കീഴടങ്ങാനേ നിർവാഹമുണ്ടായുള്ളൂ. പരുന്തിനെപ്പോലെ സ്റ്റേഡിയം വലം വയ്ക്കുന്ന ഫെഡറിക്കോ വാൽവെർഡെയുടെ ഹാട്രിക് കരുത്തോടെ റയൽ ആദ്യപാദത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് ഉജ്ജ്വല ജയം നേടുന്നു. നേരിട്ട് നോക്കൌട്ടിലേക്ക് യോഗ്യത നേടാത്ത റയൽ ഇപ്രാവശ്യം ബെൻഫിക്കയെ നേരിട്ടാണ് പ്രീ ക്വാർട്ടറിലേക്കെത്തിയത്. സിറ്റി പക്ഷേ നേരിട്ട് നോക്കൌട്ടിലെത്തി. ലാ ലീഗയിൽ അത്രയൊന്നും നല്ല കാലമല്ലാത്ത റയൽ ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ ഉഗ്രരൂപം പ്രാപിക്കുന്ന രീതി തുടരുകയാണ്. തങ്ങൾക്ക് 1000 പ്രശ്നമുണ്ടാകും, പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി തങ്ങളുടെ ഒരു പ്രശ്നമല്ല എന്നതാണ് എപ്പോഴും റയലിന്റെ ഭാഗത്ത് നിന്ന് കണ്ടുവരുന്ന ആറ്റിറ്റ്യൂഡ്. ക്ലബ്ബ് ഫുട്ബോളിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളെ ആദ്യ 11-ലും ബെഞ്ചിലും നിരത്തിയാണ് പെപ് ഗ്വാർഡിയോള ടച്ച് ലൈനിലേക്ക് നടന്നെടുത്തത്. എന്നാൽ ആദ്യ പകുതിയിലെ എല്ലാ പ്രതീക്ഷകളും തച്ചുടച്ചാണ് ഹാഫ് ടൈം നേരത്ത് റയൽ മൈതാനം വിട്ടത്. 20-ാം മിനിറ്റിൽ തിബോ കോർട്ടുവ നീട്ടിയടിച്ച് അസിസ്റ്റ് നൽകിയ പന്തിൽ പ്രതിരോധ താരത്തെയും ഡൊണ്ണരുമയെയും മറികടന്ന് ഒരു സ്റ്റൈലിഷ് ഫിനിഷിംഗ്. സ്കോർ 1-0. 7 മിനിറ്റ് കഴിഞ്ഞില്ല ഇടതു വിങ്ങിൽ നിന്ന് വിനീഷ്യസ് നൽകിയ ത്രൂ ബോൾ സ്വീകരിച്ച് പ്രതിരോധ താരങ്ങളെ കബളിപ്പിച്ച് ഫെഡെ വീണ്ടും സിറ്റിയുടെ വല കുലുക്കി. സ്കോർ 2-0. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് 41-ാം മിനിറ്റിൽ ബ്രാഹിം ഡയാസിൽ നിന്ന് ലഭിച്ച പാസ് ജഗ്ലിങ്ങിലൂടെ പ്രതിരോധ താരത്തെയും ഗോൾ കീപ്പറെയും കാഴ്ചക്കാരനാക്കി വാൽവെർഡെ തന്റെ കരിയറിലെ ആദ്യ ഹാട്രിക് നേടുന്നു. പിന്നെ കണ്ടത് പാൽക്കടലായ മാഡ്രിഡിന്റെ ഗാലറി ഇളകിമറിഞ്ഞ് ആരവങ്ങളും ഇരമ്പങ്ങളും മുഴക്കുന്നതായിരുന്നു. രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും ഗോളൊന്നും നേടിയില്ലെങ്കിലും സിറ്റിയെ ഇട്ടുമൂടാൻ റയലിന് അത് ധാരാളമായിരുന്നു. മുറിവുകളെ പൂക്കളാക്കി വിജയം തുന്നിയെടുക്കുന്നത് റയൽ ഇതാദ്യമല്ല. ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് മത്സരങ്ങളെ ത്രില്ലർ സിനിമകൾ പോലെ ആവേശഭരിതമാക്കുന്നതാണ് യൂറോപ്യൻ ഫുട്ബോളിലെ രാജാക്കന്മാരുടെ ശീലം. മൈതാനത്ത് തന്നെ മുഴുവൻ സമർപ്പിച്ചാണ് വാൽവെർഡെ എപ്പോഴും കളിക്കാറുള്ളത്. റൈറ്റ് ബാക്ക്, സെൻട്രൽ മിഡ്ഫീൽഡർ, ഡിഫൻസ് മിഡ്ഫീൽഡർ, റൈറ്റ് വിംഗ് എന്നുവേണ്ട ഒരുവിധം എല്ലാ പൊസിഷനിലും കളിക്കാൻ തന്നെ പ്രാപ്തനാക്കിയ താരം. അതാണ് ദ ഫാൽക്കൺ എന്ന അപരനാമമുള്ള ഫെഡറിക്കോ വാൽവെർഡെ. 90 മിനിറ്റ് കളിച്ചാലും അയാളുടെ ഊർജ്ജത്തിനൊരു കുറവും ഏൽക്കാറില്ല. സിറ്റിയുടെ കരുത്തനായ ഡോക്കുവിനെ പിടിച്ചുകെട്ടിയ അയാൾ തന്നെയാണ് ഇന്നലെ ഹാട്രിക് ഗോളുകൾ നേടിയത്. ഈ യുറഗ്വായ് താരം മൈതാനത്തേക്ക് ഇളക്കിവിടുന്ന എനർജിയും കുറവല്ല. അങ്ങനെ UCL രാത്രികളിൽ ഉഗ്രരൂപം പുറത്തെടുക്കുന്ന റയൽ മാഡ്രിഡ് കാൽപന്ത് പ്രേമികൾക്ക് ഇന്നലെയും മനോഹരമായ ദൃശ്യാനുഭവമൊരുക്കി. റയൽ ജേഴ്സി തന്നെ മാസ്മരികമാണെന്നായിരുന്നു മുൻ ഫ്രഞ്ച് ഇതിഹാസം തിയറി എൻട്രി പറഞ്ഞത്. റയൽ ജേഴ്സി ധരിച്ചാൽ തന്റെ തലയിൽ പരിപക്ഷെ മുടി കിളിർത്തു വന്നേക്കാം എന്നായിരുന്നു താരത്തിന്റെ പരാമർശം. അതെ, പീറ്റർ ഡ്യൂറി പറഞ്ഞതുപോലെ റയൽ മാഡ്രിഡ് അത്ഭുതങ്ങളുടെ ക്ലബ്ബാണ്. അവർ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയങ്ങൾ അവരിലേക്ക് വന്നു ചേരുന്നു. ലാ ലീഗയിൽ ലാ ഫാബ്രിക്ക താരങ്ങളെ അഴിച്ചുവിട്ട് എൽച്ചയെ 4-1 പരാജയപ്പെടുത്തിയാണ് രണ്ടാം പാദത്തിന് റയൽ ഒരുങ്ങുന്നത്. സിറ്റിയാവട്ടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ 18-ാം സ്ഥാനത്തുള്ള വെസ്റ്റ് ഹാമിനോട് 1-1 സമനില വഴങ്ങിയിട്ടുണ്ട്. മുന്നേറ്റ നിരയിൽ എംബാപ്പയുടെ തിരിച്ചുവരവ് സാധ്യത കൂടുതലായ സാഹചര്യത്തിൽ മാർച്ച് 18-ന് എത്തിഹാദും കടന്ന് ലോസ് ബ്ലാങ്കോസ് ക്വാർട്ടറിലേക്ക് മുന്നേറുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.